ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മളെ കുറിച്ചിട്ടൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പം നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. അതിനു മുൻപ് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ സ്റ്റോറി പറയാം. സ്റ്റോറിയല്ല, ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഞാൻ പറയുന്നത് പോലെ ഇമാജിൻ ചെയ്യൂ. ഇമാജിനേഷൻ ഭയങ്കര പവറുള്ള ഒരു സാധനമാണല്ലോ ഈ മനുഷ്യൻ. അപ്പോൾ എന്ത് വേണം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഒരു വീട്ടിലേക്ക് ഒരു ദിവസം നിങ്ങൾക്ക് അവിടെ ചെലവഴിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അവിടെ നിന്നേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ആ വീടിന്റെ ഓണർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങളോട് ഒറ്റയ്ക്കിരിക്കൂ, ഞാൻ ഇപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഡോറ് തുറന്നു, നിങ്ങൾ ആ ഹാളിലേക്ക് കയറി. ഹാളിലേക്ക് കയറുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം ആ ഹാളിന്റെ ആ ഒരു ടീപ്പോയിലും അവിടുത്തെ ടേബിളിലും ഒക്കെ നിറയെ ഇങ്ങനെ പേപ്പേഴ്സ്, ലേസിന്റെ കവറ്, ലേസ് തന്നെ പൊട്ടിച്ചിട്ട് അതിങ്ങനെ തറയിൽ കിടക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു മെസ്സായിട്ട് കിടക്കുക. അതുപോലെ തന്നെ ഭയങ്കര ബാഡ് സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതങ്ങ് അസ്വസ്ഥതയായി. നിങ്ങൾക്ക് അത്യാവശ്യം വൃത്തിയുള്ള ഒരാളാണെന്ന് നിങ്ങൾ വിചാരിച്ചു. അപ്പം നിങ്ങൾ ഇതങ്ങ് അസ്വസ്ഥയായിട്ട് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ചെരുപ്പ്, ഷൂസ്, മറ്റേ സോക്സ് ഊരിയിട്ട് അതിന്റെ സ്മെല്ലായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങ് അസ്വസ്ഥമാവുക. നിങ്ങൾ എന്ത് ചെയ്യും? ഹാളിൽ എന്തായാലും ഇരിക്കാൻ പറ്റത്തില്ല. ചെയറിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് അവിടെ ഒന്ന് ഇരിക്കണമെങ്കിൽ. സോ വേണ്ട, ഒരു റൂം കാണുമല്ലോ, നമുക്ക് റൂമിൽ പോയിരിക്കാം എന്ന് വിചാരിച്ചു റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ആകെ ഒരാൾക്ക് കിടക്കാനുള്ള സ്പേസിലാണ് ആ വീട്ടിൽ താമസിച്ച ആള് കിടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി മൊത്തം അവിടെയും വൃത്തികേടാക്കി ഇട്ട്, ഉടുപ്പ്, തുണി എല്ലാം വാരിച്ചു വാരി ഇട്ട് അങ്ങനെ അലങ്കോലമായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായി തോന്നുന്നു. അതിശക്തി അത്രയ്ക്ക് വേണ്ട, ഒരു 10 ദിവസമായിട്ട് തുണിയൊന്നും അലക്കാത്തൊരു വീട്ടിൽ കയറി ചെന്നാൽ ഭയങ്കര മുഷിഞ്ഞ മണോ ഒക്കെ കൂടി അങ്ങ് മൊത്തത്തിൽ മിസ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി, എന്തായാലും ഹാളിൽ റൂമിൽ ഇരിക്കാൻ പറ്റത്തില്ല, നമുക്ക് കിച്ചണിലേക്ക് പോയേക്കാന്ന് വിചാരിച്ച് കിച്ചണിൽ ചെല്ലുമ്പോൾ അവിടെ ഫുഡ് വേസ്റ്റ്, തേങ്ങ, അവിടെ കുക്ക് ചെയ്യാറേ ഇല്ല. പുറത്തുനിന്ന് ഫുഡെല്ലാം കൂടെ വാങ്ങിച്ച് വെച്ച് കവർ, അത് ചീഞ്ഞത്, അങ്ങനെ ഇങ്ങനെ അങ്ങ് ആലാമ്പായിട്ട് കിടക്കാം. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും നടക്കൂല, ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. നേരെ നിങ്ങൾ ആ റൂമിന്റെ ആ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് കുറച്ചു നേരം വെളിയിൽ നിൽക്കാന്ന് വിചാരിക്കും. ശരിയല്ലേ? ഇത്രേ സംഗതിയുള്ളൂ നമ്മുടെ മനസ്സ്. അതായത് ഞാൻ പറഞ്ഞ എൻ്റെ തമ്പനയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്തത്. നമ്മുടെ മനസ്സാണ് ആ വീട് എന്ന് വിചാരിക്കുക. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പുതിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർത്തമാനമോ, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ഒരു സന്തോഷം വന്നതോ ഒക്കെ, അതായത് ആ ഒരു ഫീലിങ്സ്, നമുക്ക് വന്ന ഒരു ഇമോഷൻ, അല്ലെങ്കിൽ ആ ഒരു ഗുഡ് മെമ്മറി, ചിന്ത, എന്തെങ്കിലും സാധനം നല്ലതായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു സാധനം ആദ്യം കാണുന്നത് ഈ ഒരു മെസ്സായിരിക്കും. എത്രയും പെട്ടെന്ന് അത് ഓടും. മനസ്സിലായോ? നിങ്ങളിലേക്ക് ഒന്നും നല്ലത് വരാതാകും. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? വളരെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതിന്റെ റീസൺ തന്നെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വന്നിരുന്നിട്ട് നിങ്ങൾ അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുതെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ നല്ലൊരു വീഡിയോ നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ കാണുവാണ്. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ നല്ലൊരു സാധനം കിട്ടണം. അല്ലാതെ ഇതിനകത്ത് ഇട്ടേക്കുന്ന ഡ്രസ്സ് ഒട്ടും അലമ്പില്ല, ഈ പെണ്ണിന് ഇതിനെ കുറച്ചുകൂടെ ഡ്രസ്സിങ് സെൻസിൽ ശ്രദ്ധിച്ചുകൂടായിരുന്നു, ഇവളെന്നെ ഈ മുടി കാണിച്ചു വെച്ചേക്കുന്നത് ഒന്നിനും കൊള്ളത്തില്ല, അവൾ ഏത് രീതിയിൽ ഈ വർത്താനം പറഞ്ഞു, ഇവളെന്തിനും ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, മൊത്തത്തിൽ നമുക്കങ്ങോട്ട് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് നമ്മുടെ മനസ്സേ മൊത്തത്തിൽ ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നും നല്ലത് കിട്ടൂല. നമ്മുടെ ഉള്ളിലേക്ക് ഒന്നും നല്ലത് വന്നാൽ പോലും നമുക്ക് അതിനെ എടുക്കാൻ പറ്റൂല. നമുക്ക് കുറച്ച് ഈ വേസ്റ്റ് പിടിച്ച് കിടക്കുന്നതിനകത്തോട്ട് കുറച്ച് ഫുഡ് വേസ്റ്റ് കൊണ്ടിട്ടാലും പ്രത്യേകിച്ച് ഒരു മാറ്റം വരാൻ പോകുന്നില്ല, അത് അവിടെ തന്നെ ഇരുന്നോളും. മനസ്സിലായോ? അതിന് പ്രത്യേകിച്ച് ആരും എടുത്ത് കളയാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ ആക്കരുത്. വെരി ഡിഫിക്കൾട്ട്. നിങ്ങൾ ഭയങ്കര ഒരു വൃത്തികെട്ട സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നമ്മൾ കമന്റ് സെക്ഷനിൽ കാണാം, ചില ആൾക്കാർ വളരെ ഭയങ്കര തെറി വിളിയോടുകൂടി വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? അതിന് മോശമായിട്ട് നമ്മൾ അവരോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കമന്റ് ഇട്ട ആൾക്ക് എന്തോ ഒരു പ്രശ്നമുള്ളൊരു മനുഷ്യനാണ്, അയാൾക്ക് അത്രയ്ക്ക് സുഖമില്ല എന്ന് മാത്രം മനസ്സിലാക്കി നമ്മൾ വളരെ സാരമില്ല എന്നുള്ള രീതിയിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കമന്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആ സുഖം കിട്ടുന്നില്ല, ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ഒരു റിഗ്രറ്റ്, എന്തെങ്കിലും പറയായിരുന്നു ഒരു ത്വരയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല രീതിയിലോ അയാൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും മനസ്സിലാവത്തില്ല, എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേട്ടാൽ നന്നാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് അയാൾ എന്തെങ്കിലും ഒരു കമന്റിൽ പറയാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ കണ്ണ് കാണാത്ത ഒരാൾ, സ്ഥിരമായിട്ട് അയാൾക്ക് കണ്ണ് കാണത്തില്ല, പക്ഷെ നിങ്ങൾ പറയുവാണ്, അല്ല ഇത് നിങ്ങളുടെ തോന്നലാണ്, നിങ്ങൾക്ക് ശരിക്കും കാഴ്ചയുണ്ട്, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കൂ, ഈ പൂ കണ്ടോ,
എന്ന് ചോദിക്കുന്ന പോലെയാണ് നിങ്ങൾ അവരെ തിരുത്താൻ പോണത്. മനസ്സിലായോ? അപ്പൊ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വളരെ ഈസി ആയിട്ട്. ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. കുറച്ച് നേരം നിങ്ങൾക്കൊപ്പം ഇരുന്നിട്ട് നിങ്ങൾ തന്നെ, അല്ലാതെ വേറൊരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി. വേറൊരാൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറെ 2 വർത്താനം പറഞ്ഞു, നിങ്ങൾ നന്നായി, നാളെ തൊട്ട് നിങ്ങൾ അടിപൊളിയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു ഹൈ കിട്ടും. അത് അങ്ങനെ തന്നെ പോകും. മനസ്സിലായി? അത് ഏറ്റവും വലിയ താഴത്തോട്ടായിരിക്കും ചിലപ്പോൾ വീഴുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം, ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളെക്കുറിച്ച്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് എന്ത് പിക്ചറാണ് കിട്ടിയത്? ആദ്യം നമ്മൾ അനലൈസ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്ത് കുഴപ്പം എന്നായിരിക്കും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇല്ല, ഇതൊക്കെ എന്ത് പ്രശ്നം, ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നിരിക്കുക. ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളുടെ ഒരു നല്ല കാര്യം കാണുന്ന സമയത്ത് അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും ജഡ്ജ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? എന്തുകൊണ്ടാലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്തോ ഡീപ്പായിട്ടൊരു പ്രശ്നമുണ്ട്, എവിടെയോ ഇത് കിടക്കുന്നുണ്ട്. ചിലപ്പം സ്വന്തമായിട്ട് ക്ഷമിക്കാൻ പറ്റാതെ കിടക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ കുറെ പ്രശ്നങ്ങളായിരിക്കും. ക്ഷമ എന്നൊരു വേർഡാണ് മെയിനായിട്ടും ഇതിൽ നിങ്ങൾ മുന്നിൽ വെക്കേണ്ടത്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ് നിങ്ങളുടെ ഒപ്പം ഇരിക്കണമെന്ന്. ആ 10 മിനിറ്റിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വലിയ മൈൻഡ് റെസ്പോണ്ടൊന്നും ചെയ്യത്തില്ല. പിന്നെയും ചോദിക്കുക, വളരെ സമാധാനത്തിലിരുന്ന് പിന്നെയും, ആരോടെങ്കിലും ഞാൻ ക്ഷമിക്കാത്ത, വളരെ റിഗ്രറ്റ് ചെയ്യുന്ന, വളരെ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കുത്തുന്ന എന്തെങ്കിലും സംഗതി നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ഒന്ന് നോക്കിയാൽ നമ്മുടെ ഉള്ളിലേക്ക് കുറേ സാധനം വരും. നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ സംഗതികൾ നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഈ കാര്യം ആ കാര്യം എന്ന് പറഞ്ഞ് കുറേ കാര്യം വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? അതിനെയൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഓർത്തിരിക്കാൻ നമുക്ക് അത്രയ്ക്ക് പറ്റത്തില്ല, ഇതൊക്കെ അപ്പോൾ പോകും. സോ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ഈ കാര്യം ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതാനുണ്ടാവും. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഒരു ഭൂരിഭാഗം കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. നീ അത് അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ് നീ ഇന്ന് ഇങ്ങനെ അനുഭവിക്കുന്നത്. നീ അന്ന് ആ ആളെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഇന്ന് നീ ഇത്രയും കഷ്ടപ്പെടുന്നത്. എൻ്റെ മോളുടെ അടുത്ത് ഞാൻ നിർബന്ധിച്ച് അവളെ കൊണ്ട് ആ കല്യാണം കഴിപ്പിച്ചുകൊണ്ടാണ് അവൾ ഇന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത്. അവളെ ആ കോഴ്സിന് ഞാൻ വിട്ടതുകൊണ്ടാണ് അവൾ ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടുന്നത്. അവൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അവളുടെ ലൈഫ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫ് ഞാൻ കാരണം നശിപ്പിച്ചു. എൻ്റെ ലൈഫിൽ ഞാനൊരു നോ പറയാം, എനിക്കിത് പറ്റില്ല എന്ന് പറയാത്തതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് ഇത്രയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ എനിക്ക് അന്നത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സാധനം ശരിക്കും നമുക്ക് നമ്മളോടുള്ള വിദ്വേഷമാണ്. അതായത് നമുക്ക് നമ്മളോട് ആ കാര്യത്തിൽ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, സാരില്ല, അടുത്ത തവണ ഇത് പരിഹരിക്കുക, ഇങ്ങനെ പറയരുത്, അടുത്ത തവണ നല്ല പോലെ നീ ചെയ്യാത്ത കാര്യമല്ലേ, ഒരാൾ നിന്നെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, അപ്പൊ നീ ഈ തവണ നിനക്കൊന്നും പറയാൻ പറ്റിയില്ല, പക്ഷെ നിനക്കറിയാലോ നീ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അടുത്ത തവണ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ നീ ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്താൽ മതി, സാരമില്ല കേട്ടോ എന്ന് പറയാൻ നമുക്ക് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. കിട്ടിയോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഓരോ പോയിന്റിലും നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ഫുള്ള് ഒരു ചപ്പ് ചവറ് പോലെ, ഇങ്ങനെ ഒരു വേസ്റ്റ് കൂന പോലെ, ഒരു വേസ്റ്റ് ബിൻ പോലെ നശിച്ച് ഇങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോന്നായിട്ട് പിറക്കി പുറത്തിട്ടിട്ട് ആവശ്യമുള്ളത് എന്ത് ചെയ്യുക? നമുക്ക് സൊല്യൂഷനുള്ള സാധനം നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറയുന്ന ഒരാൾ ക്ഷമിക്കുക എന്നൊരു വേർഡ്, നിങ്ങൾ ഒരാളോട് ക്ഷമിക്കണം എന്ന് പറയുമ്പം നമ്മൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം, അത് പോട്ടെ, അതങ്ങ് മറന്നുകളാം എന്നാണ് നമ്മൾ പൊതുവെ കേട്ടേക്കുന്നത്. ഒരിക്കലും മറക്കരുത്, അത് വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് ആർക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. ഈ മറക്കുക എന്ന് പറഞ്ഞ് നമ്മളെ മറന്നു കളഞ്ഞേക്കെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ആരോട് ക്ഷമിക്കാൻ പറ്റാത്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മറക്കുവല്ല, ക്ഷമിക്കുവാണ് വേണ്ടത്. മറന്നാൽ നമ്മൾ എക്സാമിന് ഒരു ആൻസർ നമ്മൾ പഠിച്ചു, കുറേ ആൻസേഴ്സ് നമ്മൾ പഠിച്ചിട്ട് പോയി, എക്സാമിന് നമ്മളതെല്ലാം മറന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും നമ്മൾ ആ എക്സാമിന് തോറ്റിട്ട് ഒരിക്കൽ കൂടെ എക്സാം പഠിച്ച് നമ്മൾ എഴുതേണ്ടി വരും. അതുപോലെ തന്നെയാണ് ലൈഫിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ മറക്കരുത്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വാല്യുബിൾ ആണ്. അതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഒരു മണ്ടത്തരം പറ്റാതെ നമുക്ക് പോകാൻ പറ്റുന്നത്. അതായത് ഒരാൾ ഒരു കല്ലി തട്ടി ഒരു തവണ വീഴും, 3 തവണ വീണിട്ടുണ്ടെങ്കിൽ അവരെ മന്ദബുദ്ധി എന്ന് വിളിക്കും. മനസ്സിലായി? അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്നും മറക്കരുത്, എല്ലാം വെച്ചേക്കുക. പക്ഷെ അതിനെ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക, തിങ്ക് ചെയ്യുക.
പക്ഷെ ക്ഷമിക്കുക. ഈ ക്ഷമ എന്ന് പറയുന്ന സാധനം മറക്കുക എന്നുള്ളതല്ല എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കൊരു വലിയ റിലീഫ് ആകും. ഓ ശരി, എന്നാ പിന്നെ അത് നോക്കാൻ തോന്നും. ആദ്യം സ്വന്തമായിട്ട് ക്ഷമിക്കുക. നമ്മളോട് തന്നെ നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്, അല്ലെ അവർ ഇന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ള തോട്ട് മാറ്റുക. നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇന്ന് ഇതിങ്ങനെയൊക്കെ തന്നെ ആകുണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. നിങ്ങളല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരതിലേക്ക് തന്നെ എത്തും. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ് ലൈഫ്. സോ അത്രയും മനസ്സിലാക്കിയാൽ തന്നെ വളരെ വളരെ കോംപ്ലിക്കേഷൻസ് മാറും. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദെൻ നമ്മൾ ക്ലിയർ ആണെന്നുണ്ടോ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഒരു ബ്രീത്ത് എടുക്കാനും വളരെ കുറച്ചും കൂടെ നമ്മൾക്കൊന്ന് പെട്ടെന്ന് നമ്മൾ കണ്ണില്ലാത്ത ഒരാൾക്ക് കാഴ്ച കിട്ടിയ പോലത്തെ നമുക്കൊരു സുഖം വരും ഉള്ളിൽ. പിന്നെ നമുക്ക് ആലോചിക്കാം, ഇനി ആരൊക്കെ നമ്മളോട് ചെയ്തിട്ട് നമ്മളിതിങ്ങനെ അവൻ അന്ന് എന്നോട് ഇങ്ങനെ ചെയ്തത് വളരെ മോശമായിപ്പോയി, എനിക്ക് തക്ക മറുപടി പറയണമെന്നുണ്ടെങ്കിൽ പക്ഷെ പറ്റിയില്ല, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് സാരില്ല പോട്ടെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് അതിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച് ഓക്കെ സാരില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം എന്നെങ്കിലും ഒരു സമാധാനിപ്പിച്ച് നമ്മുടെ മൈൻഡിനെ ഒന്ന് കാം ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആശ്വാസം വരും. ഇനി നിങ്ങൾക്ക് വേറൊരാൾ നല്ല കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ വേറൊരാളുടെ നല്ല കാര്യങ്ങൾ കാണുമ്പോഴോ എന്ന് തോന്നത്തില്ല. മനസ്സിലായോ? വളരെ സന്തോഷമായിട്ട് പോകും, നല്ല കാര്യം നന്നായിരിക്കട്ടെ എന്ന് തോന്നാനുള്ള ഒരു സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ഒരു ഫ്രഷ് മൈൻഡിൽ നിന്ന് മാത്രമേ, ക്ലീൻ ആയൊരു മൈൻഡിൽ നിന്ന് മാത്രമേ അങ്ങൊരു തോട്ട് വരുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു പാര വെക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ നന്നായി അടിപൊളി എന്ന് ഓൾ ദി ബെസ്റ്റ് ഒരാളുടെ അടുത്ത് അപ്രിസിയേഷൻ കൊടുക്കുന്ന ഒരാളാണോ എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ മനസ്സിൽ ഒരാളുടെ സന്തോഷം കാണുമ്പോൾ ഒരു കുത്തല് വരുന്ന ഒരാളാണോ അല്ലെങ്കിൽ വാവ് സൂപ്പർ എന്ന് തോന്നുന്ന ഒരാളാണോ? ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഒരിക്കലും വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെ ആക്കി ഇങ്ങനെ സ്മെല്ലടിച്ച് പണ്ടാരടങ്ങി പുഴു പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ക്ലീൻ ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. സോ എല്ലാ കാര്യങ്ങളും ഭയങ്കര ലൈറ്റായിട്ട് എടുക്കുക, ലൈറ്റായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ലൈറ്റായിട്ട് വിടുക. ചില സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വയ്യാണ്ട് മടുക്കും, പക്ഷെ ദാറ്റ്സ് ഓക്കെ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തൊക്കെയോ പറയാൻ വന്നു, എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.